إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة അഭിവന്യനായ അധ്യക്ഷൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ സാരഥികളെ, വിശിഷ്ടാതിഥികളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ കൺവെൻഷനിൽ നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയും സംഘാടകർക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഒരു കൺവെൻഷനിൽ കേൾക്കാവുന്ന, മനസ്സിലാക്കാവുന്ന അത്ര കാര്യങ്ങൾ ഇതുവരെയായി നാം കേട്ടുകഴിഞ്ഞു. ആ നല്ല വാക്കുകൾക്ക് ഞാനും അടിവരയിടുകയാണ്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യ ആരംഭം മുതൽ നാം ചിന്തിച്ചാൽ ആദമിനെ സൃഷ്ടിച്ച അള്ളാഹ് ആദമിൽ നിന്ന് ഹവ്വാഇനെ സൃഷ്ടിച്ച് അവർക്ക് ജനിച്ച മക്കൾ അവരൊരു കുടുംബമായി, ആ കുടുംബങ്ങൾ ഒരു സമൂഹമായി, അങ്ങനെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായി സംഘടിതമായി ജീവിച്ചു വരുന്ന സംവിധാനമാണ്, പ്രകൃതിയാണ് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാലും ഈ ഒരു കൂട്ടായ്മയും കൂട്ടുജീവിതവും അത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ, വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. രണ്ട് കലിമകൾ മനസ്സറിഞ്ഞ് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ കാര്യങ്ങളുണ്ട്. 5 നേര നമസ്കാരം അത് ജമാഅത്തായി സംഘടിതമായി നിർവഹിക്കേണ്ടതാണ്. ഓരോരുത്തരും വേറെ വേറെ ഒറ്റക്കല്ല, നേരെ മറിച്ച് ജമാഅത്തായി സംഘടിതമായി നമസ്കരിക്കേണ്ടതാണ്. പക്ഷെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നതിന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. സകാത്ത് നൽകുന്നത് അത് ഒരാൾ തനിക്കിഷ്ടമുള്ള ഒരാൾക്ക് നൽകുക എന്ന സംവിധാനമല്ല. അത് സംഘടിതമായിട്ടാണ് അർഹരായ ആളുകളിൽ നിന്ന് സ്വരൂപിച്ച് അർഹതയുള്ള ആളുകൾക്ക് അത് വിതരണം ചെയ്യുന്ന സംഘടിതമായ സംവിധാനമാണ്.
ആഴ്ചതോറും നിർവഹിക്കപ്പെടുന്ന ജുമുഅ അത് ഒരാൾക്ക് തനിച്ചായി നിർവഹിക്കാവുന്നതല്ല. നേരെ മറിച്ച് അത് പള്ളിയിൽ ഒരുമിച്ചുകൂടി ഖുതുബ കേട്ട് നിർബന്ധമായ ആ ഉപദേശം ആഴ്ചതോറും ശ്രവിച്ചുകൊണ്ട് സംഘടിതമായ ജുമുഅ അതിൽ നാം പങ്കെടുക്കൽ നമുക്ക് ബാധ്യതയാണ്. ഇതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുന്നതും അത് എവിടെയെങ്കിലും വെച്ച് 4 ആളുകൾക്ക് ചെയ്യാവുന്നതല്ല. മുസ്ലിമീങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഒരേ കർമ്മങ്ങൾ സംഘടിതമായി നിർവഹിക്കേണ്ടതാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ആ വിധത്തിലാണ്. ആ തരത്തിലുള്ള കൂട്ടായ ജീവിതം മതപരമായ തൻ്റെ ബാധ്യതാ നിർവഹണത്തിനും അതേപോലെ തന്നെ മനുഷ്യൻ എന്നുള്ള നിലക്ക് തൻ്റെ പ്രായോഗികമായ ജീവിതത്തിനും അത് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള കൂട്ടുജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന ഏകാന്തവാസം ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ 2 or 3 ആളുകൾ ഒരു യാത്രയിലാണ്, അതല്ലെങ്കിൽ അവർ പ്രവാസികളായി മറ്റെവിടെയോ താമസിക്കുകയാണ്. അവർക്കൊരു നേതൃത്വമുണ്ടാവണം, ഒരു സംഘടിതമായ ജീവിതമായിരിക്കണം ആ സമയത്ത് പോലും അവർ നടത്തേണ്ടത്. ഒരു നേതൃത്വത്തിന് കീഴിൽ അനുസരിച്ചുകൊണ്ട് സംഘടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അതാണ് എണ്ണം നോക്കിയിട്ടല്ല, ആൾപ്പെരുപ്പം നോക്കിയിട്ടല്ല, സൗകര്യങ്ങളും സംവിധാനങ്ങളും നോക്കിയിട്ടല്ല, നേരെ മറിച്ച് ഏത് അവസരത്തിലും എവിടെയും ഈ ഒരു കൂട്ടായ്മക്ക് സാധിക്കണം. പ്രവാചകൻ മക്കായിൽ 13 വർഷക്കാലം ജീവിച്ചിരുന്ന ആ ഘട്ടത്തിലും സ്വകാര്യമായി തൻ്റെ ആദർശം അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ, കേൾക്കുന്നവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ എന്നും പ്രശംസയും ആദരവും അംഗീകാരവും ലഭിച്ചിരുന്നൊരു വ്യക്തിത്വത്തിന് ഈ ആദർശം പറഞ്ഞു തുടങ്ങിയത് മുതൽ, ഈ തൗഹീദ് പ്രബോധനം ചെയ്തു തുടങ്ങിയത് മുതൽ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ആക്ഷേപങ്ങളായി, വിമർശനങ്ങളായി, എതിർപ്പുകളായി, മർദ്ദനങ്ങളായി, പീഡനങ്ങളായി, നാടുകടത്തലുകളായി, ഒറ്റപ്പെടുത്തലുകളായി പല വിധത്തിലുള്ളത് അനുഭവിക്കേണ്ടി വന്നു. ഇത് മനസ്സിലാക്കിയ വിരലിലെണ്ണാവുന്ന ആളുകൾ തൻ്റെ കൂടെ വരുന്നു. ആ ആളുകൾക്ക് അർത്തമിൻ്റെ വീട്ടിൽ പ്രവാചകൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. പിന്നീടുണ്ടായ സംഭവ ബഹുലമായ ജീവിതത്തിൽ ആ നാടിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടല്ല, നേരെ മറിച്ച് ആ നാട്ടുകാരെ ഏതൊന്നിലേക്ക് കൊണ്ടുവരണമോ അത് കണിശമായി വിട്ടുവീഴ്ചയില്ലാതെ അവരോട് ഉറക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഈ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ആ ഒരു ആദർശപരമായ ഐക്യം സാധിച്ചുകൊണ്ട്, പക്ഷേ അതിന് ഇവിടെ സാധ്യമല്ലെങ്കിൽ സാധിക്കുന്നിടത്ത് പോവാം. അതാണ് പ്രവാചകന്റെ മക്കാ ജീവിതത്തിൽ നിന്ന് മദീന ജീവിതത്തിലേക്ക് മാറിയത്. ആ മദീനയിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകളുമായി ഒരു സന്ധി, ഒരു കരാറ് വ്യവസ്ഥയിൽ പ്രവാചകൻ ഏർപ്പെടുന്നു. ആ കരാറ് വ്യവസ്ഥ അത് പാലിക്കാൻ ഇരുവിഭാഗവും ബാധ്യസ്ഥരാണ്. ആ കരാറ് വ്യവസ്ഥയനുസരിച്ചു തന്നെ മുന്നോട്ട് പോയി. അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആദർശം, അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള പോലെ മുശ്രിക്കുകളായ ആളുകൾക്ക്, ജൂതന്മാരായ ആളുകൾക്ക് അവരുടെ പിഴച്ച വിശ്വാസങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാൻ അനുവാദമുണ്ട്. താമസിക്കുന്ന മദീന എന്ന യസ്രിബ് എന്ന പ്രദേശത്ത് അവർ ആ നാട്ടുകാരെന്നുള്ള നിലക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണം. പക്ഷേ അവരുടെ ആദർശത്തിൽ ഈ വ്യത്യാസം നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് ആ ഒരു ഐക്യം പ്രവാചകൻ രൂപം കൊടുത്തത്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മദീനക്കാരായ ആളുകൾ, ബഹുദൈവ വിശ്വാസികൾ, ജൂതന്മാർ,
അവരൊക്കെ തന്നെ ആ കരാറുകൾ ലംഘിച്ചു കൊണ്ടുപോയപ്പോഴും ആ കൂട്ടായ്മയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി തൗഹീദിലോ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദേശത്തിലോ പ്രവാചകന് വെള്ളം ചേർത്താൻ കഴിഞ്ഞില്ല. അത് പാടില്ല, അത് മുറുകെ പിടിച്ചു. പക്ഷേ പിന്നെ എങ്ങനെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണം? കണിശമായ റബ്ബിങ്കിൽ നിന്നുള്ള ആ മാർഗദർശനം അനുസരിച്ച് തന്നെ അവിടുന്ന് മുന്നോട്ട് പോയി. അങ്ങനെ മദീന ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും അറേബ്യ മാത്രമല്ല, അറേബ്യയുടെ പുറത്തേക്ക് ഈ മഹത്തായ ഈ മതത്തിൻ്റെ സന്ദേശങ്ങൾ, തൗഹീദിലൂന്നിയ ഇസ്ലാമിക സന്ദേശങ്ങൾ അത് വ്യാപിച്ചു കൊണ്ടിരുന്നു. പ്രവാചകൻ തൻ്റെ ദൂതന്മാരെയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവരിൽ നിന്നാണ് ലോകം അത് കേട്ടത്. അതാണ് ലോകത്തെമ്പാടും പ്രചരിച്ചു കൊണ്ടിരുന്നത്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തൻ്റെ പിൻഗാമിയായി ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരെന്ന് അവിടുന്ന് ഏറെക്കുറെ ചില സൂചനകൾ നൽകിയിരുന്നു. ആ സൂചനകൾ ഉൾക്കൊണ്ട സഹാബത്ത് കൂടിയാലോചിച്ചുകൊണ്ട് ഏകകണ്ഠമായി അബൂബക്കർ സിദ്ദീഖിനെ തെരഞ്ഞെടുത്തു. അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ അവർ ഒറ്റക്കെട്ടായി അവർ മുന്നോട്ട് പോയി. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ ആളുകളിൽ പലരും അതിൽ നിന്ന് തെന്നി മാറാൻ ശ്രമിക്കുകയും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സകാത്ത് ഞങ്ങൾ നൽകില്ലെന്ന് പറഞ്ഞ് സകാത്ത് നൽകാത്ത ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, ഞങ്ങൾ നിസ്കരിക്കാം പക്ഷെ സകാത്ത് തരാൻ പറ്റില്ല, സകാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, ധീരമായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ തെളിമയാർന്ന ആദർശത്തെ അവിടെ സംരക്ഷിച്ചു നിർത്തുവാനായത്. വല്ലാഹി ലൗ മനഊനി അനാഖൻ കാനൂ യദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി ലഖാതൽതും അലാ മൻഇഹാ. റസൂലുള്ളാഹിയുടെ കാലത്ത് അവർ നൽകിക്കൊണ്ടിരുന്ന ഒരു ഒട്ടക കുട്ടിയെപ്പോലും അവർ തരാൻ വിസമ്മതിച്ചാൽ അതിൻ്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ആ പ്രവാചകന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പ്രഖ്യാപനം നടത്തി ആ ഫിത്ന അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായി മഹാനായ ഉമർ ബിൻ ഖത്താബിന്റെ നേതൃത്വത്തിൽ, പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ നേതൃത്വത്തിൽ, അലി ഇബ്നു അബീ താലിബിന്റെ നേതൃത്വത്തിൽ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അമവി അതേപോലെ തന്നെ അബ്ബാസി ഭരണകൂടങ്ങളാണ് ഉണ്ടായത്. പിന്നീട് മുസ്ലിമീങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയി. ചിലയിടങ്ങളിൽ കൊച്ചു ഭരണങ്ങളുണ്ട്, പലയിടങ്ങളിലും ഭരണങ്ങളില്ല. മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായ പ്രദേശങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അവർ നിലകൊള്ളണം. എന്താണ് അവർ ഒന്നിച്ചു നിൽക്കുവാനുള്ള മാനദണ്ഡം? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. നാം എത്രയോ ആവർത്തിച്ചു കേൾക്കുന്ന വചനമാണ്. അള്ളാഹുവിന്റെ ഹബ്ല്, അതിലാണ് നിങ്ങൾ ഒന്നിക്കേണ്ടത്, അതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ആ ഹബ്ലുല്ലാഹിൽ മതീൻ, ആ ബലിഷ്ഠമായ ആ പാശം, അത് അൽ ഖുർആൻ വസ്സുന്ന, അതാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അഥവാ ഖുർആനും സുന്നത്തും ഉൾക്കൊള്ളുന്ന ആശയങ്ങളാണ്, ആദർശങ്ങളാണ്. അതിലാണ് നിങ്ങൾ ഒന്നിക്കേണ്ടത്, അതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ഇത് അന്നത്തെ പോലെ ഇന്നും എന്നും നമുക്ക് പ്രധാനമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വർത്തമാന സാഹചര്യത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ പൂർവികരായ ആളുകൾക്കും അതുപോലുള്ളത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട രീതി വിശുദ്ധ ഖുർആനിൽ കാണിച്ചു തന്നിട്ടുള്ള കണിശമായി പറഞ്ഞ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പവിത്രമായ മാതൃക അനുസരിച്ച്, അതേപോലെ തന്നെ സച്ചരിതരായ മുൻഗാമികൾ കാണിച്ചു തന്ന ആ പാതയിലൂടെ തന്നെ മുന്നോട്ടു പോയി പൂർവസൂരികളുടെ ആ കാലഘട്ടത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നും നമുക്ക് ഐക്യത്തോടെ ഒന്നിച്ച് ഒരുമിച്ച് നീങ്ങുവാനുള്ള മാർഗദർശനം നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു രീതിയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതലേ മുന്നോട്ട് പോയിട്ടുള്ളത്.
കേരള മുസ്ലിം ഐക്യ സംഘത്തിലൂടെയാണ് സംഘടിതമായ ഇസ്ലാഹി പ്രവർത്തനം പിറവിയെടുക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഭിന്നിച്ചു നിൽക്കുമ്പോൾ ആ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളുടെ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവരെ ഒന്ന് ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യകാലത്ത് തുടങ്ങിയത്. പക്ഷേ കുടുംബ വഴക്കുകൾ പറഞ്ഞു തീർത്തത് കൊണ്ടോ, സൗന്ദര്യ പിണക്കുകൾ പറഞ്ഞു തീർത്തത് കൊണ്ടോ, സാമ്പത്തിക തർക്കങ്ങൾ തീർത്തത് കൊണ്ടോ, അതുപോലെ ഭൗതികമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തൊന്നിപ്പിച്ചത് കൊണ്ടോ ആ പ്രായോഗികമായ ശരിയായ ഐക്യം സാധ്യമാവില്ല എന്നു മനസ്സിലാക്കിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലെ കാരണവന്മാർ അവർ മനസ്സിലാക്കി ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒന്നിപ്പിച്ചു കൊണ്ടുപോകണം. അങ്ങനെയാണ് കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നതും ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തോടനുബന്ധിച്ച് തന്നെ യാഥാസ്ഥികരായ പുരോഹിതന്മാർ ആ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ടു പോകുന്നതും അങ്ങനെ തൗഹീദിന്റെ പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനം അതിശക്തമായി അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ പണ്ഡിതന്മാര് അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ അതുമായി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് കേരളത്തിലെ ശിർക്കിന്റെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിഞ്ഞു പോയത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വരവൊരു കൊടുങ്കാറ്റായിരുന്നു. ആ കൊടുങ്കാറ്റിൽ തകർന്നു വീടുപോയി ആ ശിർക്കിന്റെ അന്ധവിശ്വാസത്തിന്റെ കോട്ടകൊത്തളങ്ങളൊക്കെ തന്നെ. ഞാൻ ചരിത്രം നീട്ടിപ്പറയുന്നില്ല. അത് അങ്ങ് തെക്ക് മുതൽ വടക്കേ അറ്റം വരെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യാഴവട്ടക്കാലം നടന്ന ഐക്യസംഘത്തിന്റെ സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളിലൂടെയാണ് ഈ പ്രചാരണം നടന്നുകൊണ്ടിരുന്നത്. അതാണ് പിന്നീട് ആ ഒരു ആദർശം ജനങ്ങളെ പഠിപ്പിച്ച് ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ച് ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത് ഒരു തലമുറയെ സൃഷ്ടിച്ച് ഒരു ബഹുജന പ്രസ്ഥാനമായി അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നൊരു ബഹുജന സംഘടന പണ്ഡിതന്മാർക്ക് സാധാരണക്കാർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ. അതാണ് പിന്നെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും അവർക്ക് അവരുടെ ഈ ഒരു ആദർശത്തിലൂന്നിയ സംഘടിതമായ ഒരു പ്രവർത്തനം ഓരോന്ന് വേറെ വേറെയല്ല, എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതാണ് ഹബ്ലുള്ളയിലായിരിക്കണം നിങ്ങൾ ഒന്നിക്കേണ്ടത്. ആ ഹബ്ലുള്ളയിൽ ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ദൗർഭാഗ്യകരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും സംഘടനയിൽ പളർപ്പുകളൊക്കെ ഉണ്ടായതും. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളാണ് ആദർശപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ നടത്തി വളരെ കൃത്യമായ വ്യവസ്ഥകൾ എഴുതിയുണ്ടാക്കി വായിച്ചംഗീകരിച്ച് പ്രഖ്യാപിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പഴയ പോലെ ഒന്നിച്ചു പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് ഇന്ന് അൽഹംദുലില്ലാഹ് ഈ ഖത്തറിൽ ഈ കാണുന്ന വിധത്തിലുള്ള ഒരു ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു കൺവെൻഷനിൽ അഭിമുഖീകരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇങ്ങനെ ഐക്യപ്പെടുമ്പോൾ അപ്പോഴും അനൈക്യം വേറെയും ഉണ്ടാകും. അത് ഉണ്ടാവില്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രമല്ല, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കി ഈ കൂട്ടായ്മയിൽ, ആദർശ കൂട്ടായ്മയിൽ വന്ന് ഒന്നിച്ചു ഒന്നായി പോകണം എന്ന് തന്നെയാണ്. ഖാനന്നാസു ഉമ്മത്തൻ വാഹിദ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മനുഷ്യവർഗം ഒറ്റ സമുദായമായിരുന്നു, ഒരേ മാതാപിതാക്കളുടെ മക്കളായിരുന്നു. പിന്നീട് അവർ ഭിന്നിച്ച് 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 പലതായി. അതിനൊക്കെ കാരണങ്ങളും പലതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു എല്ലാവരെയും ഒരൊറ്റ ഉമ്മത്താക്കി മാറ്റുമായിരുന്നു. പക്ഷേ മനുഷ്യൻ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇല്ലാ മൻ റഹിമ റബ്ബുക. അള്ളാഹുവിന്
അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ, ആ റഹ്മത്ത് സിദ്ധിച്ചവരാണ് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചത്, ആ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നത്. നേരെ മറിച്ച് ആ റഹ്മത്ത്, ആ ഒരു കാരുണ്യം അഥവാ റബ്ബിന്റെ ആ വഅതസിമു ബിഹബ്ലില്ലാ എന്ന ഹബ്ലുള്ളയിൽ അത് മുറുകെ പിടിക്കാൻ കഴിയാത്തവർക്കാണ് യഥാർത്ഥത്തിൽ പിന്നെയുമുള്ള പ്രശ്നങ്ങൾ നാം കാണാൻ ഇടവന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുക. പക്ഷേ മനുഷ്യരെന്നുള്ള നിലക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടാകും. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് മതപരമായ കാര്യങ്ങൾ നമുക്ക് വൈരുദ്ധ്യമുണ്ടാവാൻ പാടില്ല. വൈവിധ്യം അനുവദിച്ചു തന്നതിൽ ആവാം. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഭിന്നിപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിക്കൂടാ. അത് എനിക്ക് തോന്നിയ പോലെ ഞാൻ, മറ്റൊരാൾക്ക് തോന്നിയ പോലെ മറ്റൊരാൾ, മൂന്നാമതൊരു രൂപം, നാലാമതൊരു രൂപം, അതില്ല. അത് ഉള്ളത് ഉള്ള പോലെ അപ്പടി സ്വീകരിക്കണം. നേരെ മറിച്ച് അഭിപ്രായ വ്യത്യാസം ആകാവുന്ന മേഖലകളുണ്ട്. അത് മനുഷ്യന് വിട്ടുതന്ന മേഖലകൾ, അവിടെ അഭിപ്രായ വ്യത്യാസം ആകാവുന്നതാണ്. അത് വെച്ചുകൊണ്ട് എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം പാടില്ല. അതേപോലെ തന്നെ നബിയിൽ നിന്ന് തന്നെ ഒരു വിഷയത്തിൽ ഒന്നിലധികം റിപ്പോർട്ടുകൾ വന്നതുണ്ടാകും. അതിൽ 2 രൂപത്തിൽ വന്നത്, 3 രൂപത്തിൽ വന്നത്, അത് വ്യത്യസ്ത സന്ദർഭങ്ങളിലല്ല എങ്കിൽ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സ്വീകരിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തുമെങ്കിലും താത്വികമായി, ദാർശനികമായി, അടിസ്ഥാനപരമായി വിശകലനം നടത്തുന്ന ആളുകൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ സൂചിപ്പിച്ചത്, ഇതുപോലെ ഈ ഒരു ഐക്യപ്പെട്ടു ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പലതരത്തിലുള്ള കൂട്ടായ്മകളും വേണ്ടിവരും. നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളത് പോലുള്ള സമാനമായ സംഭവങ്ങൾ അത് പ്രവാചകന്റെ കാലത്ത് മദീനയിലെത്തിയപ്പോൾ പ്രവാചകൻ അവിടെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ അനുചരന്മാർ വളരെ കൃത്യമായി അത് പാലിച്ചു വന്നു. അതാണ് മദീന ജീവിതം. ഒരു ബഹുമത സമൂഹത്തിൽ എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കേണ്ടത്? അവിടെ മുശ്രിക്കീങ്ങളാണ്, ജൂതന്മാരാണ് എന്നുള്ള നിലക്ക് അവരുമായി ഒരു ബന്ധവും പാടില്ലെന്നല്ല, അവരുമായി പാടുള്ളതുണ്ട്, പാടില്ലാത്തതുണ്ട്. അവരുമായി യോജിച്ചു പോകേണ്ട മേഖലകളിൽ യോജിച്ചു പോകണം. അത് പ്രവാചകൻ കാണിച്ചു തന്നതാണ്. എന്നാൽ ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ഒന്നിച്ചു നിൽക്കേണ്ടത് ഒരാദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നുള്ളത് അവിടുന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. ഇത് അഭിപ്രായ വ്യത്യാസമാകാവുന്ന വിഷയങ്ങളിലുള്ള ആ വീക്ഷണ വ്യത്യാസങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഈ വക കാര്യങ്ങൾ പാടില്ല എന്ന്, എന്തുമാവാം എന്ന വിധത്തിൽ ഒരു ഉമ്മത്ത് ഒരടിസ്ഥാനത്തിൽ നിൽക്കേണ്ടവർ ആ അടിസ്ഥാനത്തിൽ നിൽക്കേണ്ടതില്ല എന്ന് വാദിക്കാൻ ആവില്ല, സൂചിപ്പിക്കാൻ ആവില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ മുസ്ലിം സമുദായത്തിന് പൊതുവായി വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ആദർശ വ്യത്യാസമില്ലാതെ ഒരു മുസ്ലിമിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി ഐക്യം തീർക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മുമ്പ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരിലുള്ള ഒരു വിധി വന്നപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പിന്നെ അപ്പീൽ കൊടുക്കാനുള്ളത് ജനകീയ കോടതിയിലാണ്. ആ ജനകീയ കോടതിയിലേക്ക് അപ്പീലുമായി ഇറങ്ങി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. അവിടെ സുന്നിയെന്നോ ജമാഅത്തെന്നോ മുജാഹിദെന്നോ തബ്ലീഗെന്നോ അതല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ മുസ്ലിം സംഘടനകളും, മുസ്ലിം രാഷ്ട്രീയ സംഘടനകളും, മുസ്ലിം സാംസ്കാരിക സംഘടനകളും, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മുസ്ലിം എന്നുള്ള നിലക്ക് ഒറ്റക്കെട്ടായി നീങ്ങി. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നേതൃപരമായ പങ്കുവഹിച്ച് പ്രായോഗികമായി കാണിച്ചു കൊടുത്തിട്ടുള്ള ഐക്യം. അതുപോലെ തന്നെ ഈ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങളല്ലാത്ത
ഇല്ലാത്ത ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇന്ന് കേരളക്കരയിലും അല്ല ഇന്ത്യ രാജ്യത്ത് ഒന്നടങ്കവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളും അതിനെ ബുദ്ധിപരമായി നേരിടുന്നതും അതിനെ ജനാധിപത്യ രീതിയിൽ നേരിടുന്നതിനും അധികാരികളുടെ ശ്രദ്ധ തിരിച്ചെടുക്കുന്നതിന് സംഘടിപ്പിക്കുന്ന പരിപാടികളിലും മുജാഹിദല്ലാത്ത ആള് വേണ്ട, മുസ്ലിം അല്ലാത്ത ആള് വേണ്ട. ഇത് മുജാഹിദിന്റെ പ്രശ്നമല്ല, മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല, ക്രൈസ്തവന്റെ മാത്രം പ്രശ്നമല്ല. ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ജൈനന്റെയും മറ്റുള്ള സകല മതക്കാരുടെയും മൊത്തത്തിലുള്ള ആളുകൾ ഒന്നിച്ചെടുക്കുന്ന പ്രശ്നമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നാം അവിടെ ആദർശം നോക്കിയിട്ടല്ല അവിടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്നത്. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഒന്നിച്ച് നിൽക്കുവാൻ സാധിക്കണം. എന്നാൽ നമ്മുടെ സംഘടന, നമ്മുടെ ആദർശം, ആദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നാം കണ്ണിലെണ്ണ ഒഴിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ഹബിലുള്ളയെയാണ്, ഈ ഖുർആനിനെയും സുന്നത്തിനെയുമാണ്, ഈ തൗഹീദിനെയും സുന്നത്തിനെയുമാണ്. അവിടെ ഏത് പ്രശ്നങ്ങളും എന്ത് വിമർശനങ്ങളും എന്താക്ഷേപങ്ങളും എന്തൊറ്റപ്പെടുത്തലുകളും എന്ത് പീഡനങ്ങളും എന്ത് മർദ്ദനങ്ങളും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിന് സന്നദ്ധമായ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹദി മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് മാതൃകയായ ഖുർആൻ എടുത്തു പറഞ്ഞ ഫറോവയുടെ ഭാര്യയുണ്ട്. അതെ, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ രാജ്യത്ത് ഞാനാണ് ദൈവമെന്ന് വാദിക്കുന്ന വിശ്വാസികളായ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ആ സ്വഭാവം സ്വീകരിച്ച ഫറോവയുടെ കൊട്ടാരത്തിലാണ് ഫറോവയുടെ സഹധർമ്മിണിയായി ഫറോവയുമായി ജീവിതം പങ്കിടുന്ന ആ ഫറോവയുടെ പത്നി വിശ്വാസം തൻ്റെ മനസ്സിലുള്ളത് ഫറോവക്ക് പറിച്ചെടുക്കാനാവില്ല. ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി തനിക്ക് ഫറോവയുടെ പത്നിയായി രാജ്ഞിയായി ഒരു എല്ലാ അധികാര സ്ഥാനങ്ങളും സൗകര്യങ്ങളും ഉള്ളത് അതല്ല തനിക്ക് വേണ്ടത്. ഞാൻ അതിനേക്കാൾ വലുതായി കാണുന്നത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എൻ്റെ റബ്ബേ എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ നീ ഒരു ഭവനമുണ്ടാക്കി തരണമേ എന്നത്. ഇവിടെയുള്ള സൗകര്യങ്ങളല്ല, അവിടെയാണ് നമുക്കൊരിടം വേണ്ടത്. ആ ഫറോവ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി മൂസാ നബിയെ നേരിടാൻ ആ ജാലവിദ്യക്കാരെ സാഹിര്യങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ തുടക്കം കുറിച്ചു. അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി. നിങ്ങൾ മുഖറബീങ്ങളാണ്, എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ സ്ഥാനവും നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ പദവിയുമുണ്ട് എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ അവർ മൂസാ നബി തൻ്റെ കയ്യിലുള്ള വടി താഴെയിട്ടപ്പോൾ ആ വടി സർപ്പമായത് അവരുടെ ജാലവിദ്യയുടെ ഭാഗമല്ലെന്ന് ബോധ്യപ്പെട്ട അവരത് ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ ഫഉൽഖിയ അസ്സഹറതു സാജിദീൻ. ആദ്യം അവർ സുജൂദ് ചെയ്തു ആ റബ്ബിന് വേണ്ടി അവന്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു മൂസായും ഹാറൂനും വിശ്വസിച്ച റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ആമന്തും ലഹു ഖബ്ല അൻ ആദന ലക്കും, എൻ്റെ പെർമിഷൻ ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മൂസായിൽ വിശ്വസിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ട് ലഹു ഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ വിലങ്ങനെ ഞാൻ മുറിച്ചു കളയും, എന്നിട്ട് ഞാൻ നിങ്ങളെ ക്രൂശിക്കും, കുരിശിൽ തറക്കും എന്ന് ഫറോവ ഭീഷണിപ്പെടുത്തി. ഫഖ്ദി മാ അൻത ഖാദ് ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ. ഓ ഫറോവ, താങ്കൾക്ക് ഇഷ്ടമുള്ള തീരുമാനം താങ്കൾ എടുത്തോ. ഈ ദുനിയാവിലെ താങ്കൾക്ക് ചെയ്യാനാവൂ. ഇതുവരെ കേട്ട ദുനിയാവിലെ അനുഭവങ്ങൾ വിശ്വാസികൾക്ക് നേരിട്ടത് അതാണ് നമുക്ക് മാതൃക. അവിടെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് എന്ത് എന്നുള്ളത് കൃത്യമായ ധാരണ നമുക്കുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. ദഅവത്ത് എന്ന് പറയുന്നതിൻ്റെ മുഖ്യം നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ തൗഹീദിലൂന്നിയ ദഅവത്താണ് നാം നിർവഹിക്കുന്നത്.
പഠിക്കേണ്ടത്. അതാ ആ മഹിതമായ പാരമ്പര്യം ഖുർആൻ പഠിപ്പിച്ചു തന്ന മാനവതയുടെ ചരിത്രത്തിൽ അമ്പിയാക്കൾ തുടർന്നു വന്ന, അമ്പിയാക്കളുടെ അനുയായികൾ തുടർന്നു വന്ന മുഹമ്മദ് നബിയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ഖുലഫാഉർ റാഷിദീങ്ങൾ, താബഈങ്ങൾ തുടങ്ങി സച്ചരിതരായ മുൻഗാമികളിലൂടെ കൈമാറി വന്ന് അഹ്ലുസുന്നത്ത് സ്വീകരിച്ചു വന്ന ആ മാതൃകയിൽ നിന്ന് ലവലേശം തെറ്റിപ്പോവാതെ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക, അതിലാണ് വിജയം. അതാണ് ആഗ്രഹിക്കേണ്ടത്, അതാണ് ചിന്തിക്കേണ്ടത്, അതാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതിനാണ് പ്രവർത്തിക്കേണ്ടത്. എങ്കിലേ നമുക്ക് രക്ഷയുണ്ടാവൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.